ലിയോണൽ മെസ്സിയുടെയും അർജന്റീനയുടെയും പേരിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും സ്പോൺസറും നടത്തിയ ആ ഫൗൾ പ്ലേയുടെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തുവരികയാണ്. ഒരു തുണ്ട് കടലാസിന്റെ പോലും പിൻബലമില്ലാതെയാണ് കേരളത്തിന്റെ അഭിമാനമായ നിരവധി മത്സരങ്ങൾക്ക് വേദിയായ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് സർക്കാർ വിട്ടുകൊടുത്തത്. കളി നടക്കില്ലെന്നുറപ്പായതോടെ പൊളിച്ചിട്ട സ്റ്റേഡിയത്തിന്റെ ഭാവി എന്താകും? കലൂരിൽ ഇനി പന്തുരുളുമോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ പൊതുജനത്തിനുള്ളത്. അതേക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. നമ്മുടെ കായിക മന്ത്രി പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെങ്കിൽ ശരിക്കും ഈ സമയത്ത് കേരളത്തിൽ മെസ്സി ഉണ്ടാവേണ്ടിയിരുന്നതാണ്. മെസ്സിയും അർജന്റീന ടീമും ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ കേരളത്തിലുണ്ടാകുമെന്നും 2 മത്സരങ്ങൾ ഇവിടെ കളിക്കുമെന്നായിരുന്നു അന്ന് കായിക മന്ത്രി പറഞ്ഞത്. പക്ഷേ മെസ്സി ഇന്ത്യയിലേക്ക് വന്നില്ല. അതോടെ മന്ത്രി മലക്കം മറിഞ്ഞു. അങ്ങനെ മലക്കം മറിഞ്ഞ് ഇപ്പോൾ മന്ത്രി നമ്മളോടൊക്കെ മിണ്ടാതായി. ഒക്ടോബറിൽ വന്നില്ലെങ്കിൽ നഷ്ടം അർജന്റീനയ്ക്കെന്നും കേരളത്തിലെത്തിയില്ലെങ്കിൽ ഇന്ത്യയിൽ വേറൊരിടത്തും കാല് കുത്തിക്കില്ലെന്നുമായിരുന്നു സ്പോൺസറുടെ ഭീഷണി. ഇവരെ കൺസേൺ അടക്കം ഇന്ത്യയിലേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ ഡൽഹിയിലും ബോംബെയിലും ഒന്നും വരാൻ പോകുന്നില്ല, ഇവിടെ വരുന്നില്ലെങ്കിൽ അതിന് എന്താണെന്ന് നടപടി സ്വീകരിക്കേണ്ടത്. ഭീഷണി ഭയന്ന മെസ്സി നവംബറിൽ വരാമെന്ന് ഏറ്റതായിരുന്നു. എന്നാൽ കലൂർ സ്റ്റേഡിയത്തിലെ ദയനീയാവസ്ഥ കണ്ടതോടെ അർജന്റീന ജീവനം കൊണ്ടോടി. പക്ഷേ ഫിഫയ്ക്കും മറ്റ് മാധ്യമങ്ങൾക്കുമായിരുന്നു മന്ത്രിയുടെയും സ്പോൺസറുടെയും പഴിയെല്ലാം. ഇതൊരു ടീമിന് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാനൊരു 500 പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഒരാളും ആ അർത്ഥത്തിൽ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതെന്തോ മെസ്സി എടുത്ത തീരുമാനം എടുത്താൽ നടക്കും, അർജന്റീന എന്താ തീരുമാനം എടുത്താൽ നടക്കും, ഓസ്ട്രേലിയ എന്തോ തീരുമാനം എടുത്താൽ നടക്കും എന്നുള്ള നിലയിലേക്കായിരുന്നു ചർച്ച പോയിക്കൊണ്ടിരുന്നത്. അല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ്. അത് വളരെ വ്യക്തമല്ലേ. ഇനിയിപ്പോൾ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ സൗകര്യത്തിന് എന്താ വെച്ചാൽ കൊടുത്തു, അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ തോന്നുന്ന മാതിരി പറയണതിന് ഉത്തരം പറയാൻ എൻ്റെ ജോലിയല്ല. പ്രത്യേകിച്ച് 24 പറയാണ്, നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ. മെസ്സിയുടെ പേരിൽ കായിക മന്ത്രിയും സ്പോൺസറും എല്ലാം കളിച്ച ഫൗൾ പ്ലേയുടെ വിവരങ്ങളെല്ലാം ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഇപ്പോൾ കളി നടത്താനെന്ന പേരിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കുകയായിരുന്നു സർക്കാർ. അതും ഒരു തുണ്ട് കടലാസിന്റെ പോലും പിൻബലമില്ലാതെ. സർക്കാർ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൗണ്ടേഷനായിരുന്നു കളി നടത്തിപ്പിന്റെ ചുമതല. ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളെന്നും തനിക്ക് കിട്ടുന്ന കരാർ സ്പോൺസർക്കും സ്വന്തമെന്ന പേരിൽ വിചിത്ര വ്യവസ്ഥയും കരാറിന്റെ കരടിൽ SKF എഴുതി പിടിപ്പിച്ചു. അർജന്റീനയെ ക്ഷണിക്കാൻ സ്പെയിനിൽ പോയതിനും സുരക്ഷയൊരുക്കുന്നതിനുമൊക്കെ ചെലവാകുന്ന പണം ഫ്രീ ആയി സർക്കാർ വഹിക്കും. സ്പോൺസർഷിപ്പായി കിട്ടുന്നതും ടിക്കറ്റും ജേഴ്സിയും ഒക്കെ വിറ്റ് കിട്ടുന്ന പണമെല്ലാം സ്പോൺസർക്കും എടുക്കാം. കരാറിലെ കലക്കൻ വ്യവസ്ഥകളാണ്. കൊച്ചിയിലേക്ക് മെസ്സി വരുന്നെന്ന് കേട്ടപാതി കണ്ണുമഞ്ഞളിച്ച GCDAയുടെ K ചന്ദ്രൻപിള്ളയും സംഘവും വിശാല മനസ്കരായി. 1 രൂപ പോലും വാങ്ങാതെ സ്റ്റേഡിയം സ്പോൺസറുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. അതും മന്ത്രി പറഞ്ഞ ഒറ്റ വാക്കിൽ, മെസ്സി വന്ന് അർജന്റീന ടീം കൊച്ചിയിൽ വന്നൊരു കളി കളിക്കട്ടെ എന്ന്. അതിനെ സഹായിക്കില്ല. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്തൂടെ തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല. നടക്കും, കളിയും നടക്കും. ISLന്റേത് ഡിസംബറിൽ നടക്കും. അതിനുശേഷം മാർച്ചിൽ ഇത് നടത്തും. അർജന്റീന വരും എന്നാണ് ഞങ്ങളുടെ ബോധ്യം. അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇതും കൂടി പൂർത്തിയായിട്ട് ക്വാളിഫൈ ചെയ്യണത്. അയാൾക്ക് അങ്ങനെ തന്നെ ഇഷ്ടപ്രകാരം നടക്കില്ല. നടക്കുന്നതല്ല ഞങ്ങളുടെ നേരിട്ടുള്ള ശ്രദ്ധയോടുകൂടിയാണ്. ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. അത് ആകെ നടത്തുന്ന റിവാമ്പിങ്ങിനകത്ത് പെയിന്റിംഗ് കൂടി നടത്തിയതേ ഉള്ളൂ, വേറൊന്നുമില്ല. കേരളത്തിലെ ഒരു വലിയ നേട്ടത്തെ ഇല്ലാതാക്കാൻ ആരും ശ്രമിച്ചുകൂടാ, എന്തിന്റെ പേരിലാണെങ്കിലും. അതേസമയം ഉത്തരമില്ലാതെ മന്ത്രി മൗനം തുടരുകയാണ്. ചോദ്യം ചോദിക്കുന്നവരെ പള്ളു പറഞ്ഞും പോലീസിനെ ഉപയോഗിച്ച് തള്ളിമാറ്റാൻ ശ്രമിച്ചു. മന്ത്രി ഡിഫൻസീവ് ഗെയിം തുടരുകയാണ്. മിനിസ്റ്ററെ, ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് പുതിയ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കരാറില്ലാതെയാണ് കൊടുത്തതെന്നൊക്കെയാണ് രേഖ. എന്തായാലും മെസ്സി വരില്ലെന്ന് ഉറപ്പായതോടെ പൊളിച്ചിട്ട സ്റ്റേഡിയത്തിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ വൻ ആശങ്കയുണ്ട് എല്ലാവർക്കും. മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ? അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഒരു സ്വത്ത് തോന്നിയതുപോലെ ഓരോരുത്തർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് മാറുന്നത് ഒരു ശരിയായ നടപടിയല്ല. അത് സർക്കാരിന്റെ നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമാണ്. നവംബർ 30 വരെ കരാറുണ്ടെന്നും കലൂർ സ്റ്റേഡിയത്തെ അതിനകം കുട്ടപ്പനാക്കി തരാമെന്നാണ് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്.
ഇതുവരെ പറഞ്ഞതെല്ലാം കൃത്യമായതിനാൽ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഇനിയും പൊതുജനത്തെ കഴുതകളാക്കേണ്ടതാണ്. കൊച്ചിയിൽ നിന്ന് അനിൽ വാസുദേവ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.